ശാന്തി. വർത്തമാന സമയത്ത് കുറേ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു വലിയ പ്രോബ്ലമാണ് ആത്മവിശ്വാസക്കുറവ് അഥവാ കോൺഫിഡൻസിൻ്റെ കുറവ്. അവരെ അച്ഛനും അമ്മയും എല്ലാ കാര്യത്തിലും സഹായിക്കുന്നുണ്ട്, എല്ലാത്തിനും ഒപ്പത്തിനൊപ്പമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ട്, എല്ലാ രീതിയിലും പഠിക്കാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും പെർഫോമൻസിൻ്റെ സമയം എത്തുമ്പോൾ പലർക്കും ഒരു ആത്മവിശ്വാസക്കുറവ്, ഒരു കോൺഫിഡൻസ് കുറവ് അനുഭവമാകുന്നു. എന്താണിതിന് കാരണം? ഇന്ന് ഈ വിഷയമാണ് നമ്മുടെ ചർച്ചാ വിഷയം. കുട്ടികളിൽ ആത്മവിശ്വാസം വരുത്താനും ആത്മവിശ്വാസം കുറയ്ക്കാനും മാതാപിതാക്കൾക്കും ഒരുപാട് സാധിക്കും. അഥവാ അവരുടെ ആത്മവിശ്വാസത്തെ വളർത്തുന്നതിൽ ഏറ്റവും സഹായിക്കാൻ കഴിയുന്നത് മാതാപിതാക്കൾക്കാണ്. മാതാപിതാക്കൾ എന്ന നിലയ്ക്ക്, പാരൻസ് എന്ന നിലയ്ക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന സജഷൻസ് അവർ പോലും അറിയാതെ അവരുടെ ആത്മവിശ്വാസം കൂടുകയോ ആത്മവിശ്വാസം കുറയുകയോ ചെയ്യുന്നതിന് കാരണമാകുമെന്നുള്ളതാണ് വലിയൊരു സത്യം. കുട്ടികളുടെ ആത്മവിശ്വാസം കുറയ്ക്കാൻ കാരണമാകുന്ന 4 കാര്യങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് അറിയാതെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത്തെ കാര്യം, കുട്ടികൾക്ക് കൊടുക്കുന്ന പോസിറ്റീവ് സജഷൻ്റെ ഒപ്പം തന്നെ നെഗറ്റീവ് സജഷനും കൂടി ഒന്നിച്ചു കൊടുക്കും. അതായത് കുട്ടികളോട് പറയും, നീ നന്നായി പഠിച്ചോ, ഇല്ലെങ്കിൽ പരീക്ഷയിൽ തോൽക്കും. നന്നായി പഠിക്കൂ, അത് നല്ല സജഷനാണ്. രണ്ടാമത്തെ സജഷൻ, തോൽക്കും, അത് നെഗറ്റീവ് സജഷനാണ്. നീ ശരിക്കും ഊണ് കഴിച്ചോ, ഇല്ലെങ്കിൽ ആരോഗ്യമില്ലാതെയാകും. ചെറിയ കാര്യമാണ്. ശരിക്കും ഊണ് കഴിക്കൂ, അല്ലെങ്കിൽ ശരിക്കും ആഹാരം കഴിക്കൂ, ഇത് കുട്ടിക്ക് കൊടുക്കേണ്ട നല്ലൊരു സജഷൻ തന്നെ. പക്ഷേ ഒപ്പം നിനക്ക് രോഗം വരും, നിൻ്റെ ആരോഗ്യമില്ലാതെയാകും, ഇത് നെഗറ്റീവ് സജഷനാണ്. ഉദാഹരണത്തിന് 2 കാര്യം പറഞ്ഞെന്ന് മാത്രം. ഇതേപോലെ നമ്മുടെ കുട്ടികളോട് നമ്മൾ സംസാരിക്കുന്ന രീതി എടുത്ത് നോക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മളവരോടുള്ള വാത്സല്യ കൂടുതൽ കൊണ്ടോ അവരോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടോ കരുതൽ കൊണ്ടോ ആയിരിക്കാം പറഞ്ഞു പോകുന്നത്. പക്ഷെ പറയുന്ന സമയത്ത് നെഗറ്റീവും കൂടി അറിയാതെ പറയും. ഈ നെഗറ്റീവ് സജഷൻസ് ഏത് പാരൻസാണോ മക്കൾക്ക് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഇതറിയാതെ അവരുടെ മൈൻഡിൽ ഒരു ഫിയർ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. അവർക്ക് പുതിയൊരു കാര്യം ചെയ്യേണ്ടി വരുന്ന സമയത്ത് അറിയാതെ തന്നെ ഒരു ഭയം ഉള്ളിൽ വരും, ഒരു കോൺഫിഡൻസ് കുറയും, ആത്മധൈര്യം കുറയും. അവരറിഞ്ഞല്ല വന്നത്, എന്തുകൊണ്ടിതുണ്ടായി എന്ന് അറിയില്ല. പക്ഷേ ഇത് കേട്ട് 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 അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഫിയർ ഫോൾഡർ പുതിയൊരു കാര്യം കാണുമ്പോഴേക്കും ആ ഫിയർ ഓപ്പൺ ആവുകയും അറിയാതെ കോൺഫിഡൻസ് കുറയുകയും ചെയ്യും. ഇതുപോലെ തന്നെ രണ്ടാമത്തൊരു കാര്യം, യെസ് പപ്പ യെസ് മമ്മി. അതായത് എന്ത് കുട്ടികൾ ചോദിച്ചാലും വാങ്ങിക്കൊടുക്കുന്ന അച്ഛനും അമ്മയാകാം. അച്ഛനും അമ്മയുടെയും വിചാരം എങ്ങനെയായിരിക്കും? ബാല്യത്തിൽ എനിക്ക് കിട്ടാതെ പോയ സുഖങ്ങളൊക്കെ എൻ്റെ കുട്ടിക്ക് കിട്ടാതിരിക്കരുത്, എൻ്റെ കുട്ടി എല്ലാ സുഖങ്ങൾ കൊണ്ടും കൂടി വളരണം. അപ്പോൾ കുട്ടി എന്ത് ചോദിച്ചാലും അച്ഛനും അമ്മയും യെസ്, അവൻ എന്താണോ ചോദിക്കുന്നത് അതാണ് ആ വീട്ടിലെ തീരുമാനം പോലും. അവൻ്റെ ആഗ്രഹങ്ങളാണ് ആ വീടിൻ്റെ തീരുമാനം. അവൻ്റെ ആഗ്രഹത്തിനപ്പുറം നോ എന്നൊരു വാക്ക് പറയാൻ പോലും തയ്യാറാകാതെ കുട്ടികളെ വളർത്തും. പക്ഷേ ആ അച്ഛനമ്മമാർ ചിന്തിക്കുന്നില്ല, അവർക്ക് കിട്ടിയത് കൊടുക്കാൻ അവർ മറന്നു പോകുന്നു. കിട്ടാത്തത് കൊടുക്കുന്ന വ്യഗ്രതയിൽ അവർക്കെന്താണോ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചത് അത് സ്വന്തം കുട്ടികൾക്ക് കൊടുക്കാൻ മറന്നു പോകുകയാണ്. കാരണം എപ്പോഴൊക്കെയാണോ അവർക്ക് കാര്യങ്ങളെ കുറച്ച് ചെലവഴിക്കാൻ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ, എന്തെങ്കിലും സാധനങ്ങളുടെ മൂല്യമറിയാൻ ഒന്നും ചോദിക്കുന്നതെല്ലാം കിട്ടുന്ന കുട്ടികളെ കൊണ്ട് സാധ്യമല്ല. കാരണം അവർക്കെല്ലാം കിട്ടുന്നത് കൊണ്ട് ഒരു വസ്തുവിൻ്റെ മൂല്യം എന്താണ്, അത് കിട്ടാൻ എത്ര കഷ്ടപ്പാടുണ്ട്, അല്ലെങ്കിൽ എത്ര അധ്വാനിക്കണം, അതിൻ്റെ വില എന്താണ് എന്നൊന്നും അവൻ ചിന്തിക്കാറ് പോലുമില്ല. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഭാവിയിൽ അവനെന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുകയും അത് കിട്ടാതെ വരികയും ചെയ്യുന്ന സമയത്ത് എല്ലാം നഷ്ടപ്പെട്ട പോലെ വല്ലാതെ ഭയവിഹുലനായി ആത്മധൈര്യമൊക്കെ ചോർന്ന് വല്ലാത്തൊരവസ്ഥ അങ്ങനെയുള്ള കുട്ടികൾക്ക് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് കുട്ടികളുടെ ഇത്തരം ആഗ്രഹങ്ങളൊക്കെ പേരൻസ് സ്നേഹം കൊണ്ട് വാത്സല്യം കൊണ്ട് സാധിച്ചു കൊടുക്കുമ്പോഴും സംഭവിക്കുന്നത് അവരുടെ ഉള്ളിൽ ഒരു വീക്ക്നെസ് വളരെയാണ്. അതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അവർക്ക് കൊടുക്കാൻ പാടില്ല. മൂന്നാമത്തെ പോയിൻ്റ്, കുട്ടികളെ കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്താൻ നമ്മളെപ്പോഴും തയ്യാറാക്കണം. ഉദാഹരണം, ഒരു സ്കൂളിൽ പോവാണ്, അവരുടെ പുസ്തകങ്ങൾ എടുക്കാൻ, അവരുടെ യൂണിഫോം എടുത്ത് സ്വയം ധരിക്കാൻ,
ഷൂ സ്വയം ധരിക്കാൻ, ഒരു പാർട്ടിക്ക് പോവുകയാണെങ്കിൽ ഒരു പാർട്ടി വെയർ അവർക്ക് ഏതാണോ വേണ്ടത് സ്വയം സെലക്ട് ചെയ്തിടാൻ, അങ്ങനെ കൊച്ചു കൊച്ചു അവരുടെ കാര്യങ്ങൾ അവർ സ്വയം തീരുമാനിക്കണം. ഇന്ന് ഏത് ഡ്രസ്സാണ് ഇടേണ്ടത്, ഏത് ഷൂ ആണ് ഇടേണ്ടത്, ഈ പാർട്ടിക്കാണ് പോകുന്നതെങ്കിൽ എങ്ങനത്തെ വസ്ത്രം ധരിക്കണം, ഏത് രീതിയിലുള്ള സാധനങ്ങളാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാകേണ്ടത്, എല്ലാം പേരൻസ് തന്നെ ഡിസിഷൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പ്രൊട്ടക്ഷനാണ്, അവരുടെ ഫസ്റ്റ് എത്താൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പോലും അവർക്ക് ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് കുറയും. മാത്രമല്ല അവർക്ക് എല്ലാത്തിനും പാരൻസിനെ ആശ്രയിക്കുന്നൊരവസ്ഥ എത്തും. അതുകൊണ്ട് അവരെല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യരുത്, കുട്ടികളെ ചെയ്യാനായിട്ട് നമ്മൾ സ്വതന്ത്രമായി വിട്ടുകൊടുക്കണം. അവരുടെ ആഹാരമാവട്ടെ അവർക്ക് ഒരു ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ അവർക്ക് ആഹാരം കൊടുക്കണം. അവരെന്താണോ വാശി പിടിക്കുന്നത് അത് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളെന്താണോ ഓർഡർ ചെയ്യുന്നത് അതവർ കഴിച്ചുകൊണ്ട്, ഇങ്ങനെയുള്ളൊരു അവസ്ഥയ്ക്ക് പകരം എല്ലാത്തിനും ഒരു ഓപ്ഷൻ കൊടുത്തുകൊണ്ട് സ്വയം തീരുമാനം എടുക്കാൻ നമ്മളവരെ തീരുമാനം എടുക്കാനുള്ളൊരു കഴിവ് അവരെ വളർത്തുന്നതിൽ നമ്മൾ അവരെ എപ്പോഴും സഹായിക്കണം. 4ാമത്തെ കാര്യം, കുട്ടികളെ അവരുടെ കാര്യങ്ങളുമായി അവരുടെ യുദ്ധങ്ങൾ അവർ തന്നെ ഫേസ് ചെയ്യാൻ നമ്മൾ അവരെ സജ്ജരാക്കണം. ഇന്ന് കുറേ കുട്ടികളൊന്നും പണ്ടത്തെ പോലെ ഇല്ലല്ലോ, ഒരു കുട്ടിയോ 2 കുട്ടിയോ ഉണ്ടാവും. അപ്പോൾ കുട്ടി കളിക്കാൻ പോയി, കളി സ്ഥലത്ത് അവരെ കളിയിൽ കുട്ടീനെ കൂട്ടുകാർ കൂട്ടിയില്ല, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ഉപദ്രവിച്ചു, കുട്ടി കരഞ്ഞുകൊണ്ട് മൂഡ് ഓഫായി വീട്ടിൽ വന്നു. അമ്മയായിരിക്കും ഒപ്പം കുട്ടിയുടെ കൂടെ പ്ലേ ഗ്രൗണ്ടിൽ പോകുന്നത്. എന്തേ കുട്ടിയെ ചേർത്തില്ല, എന്താ ഇവൻ്റെ പ്രോബ്ലം, എല്ലാത്തിനും സൊല്യൂഷനായി സേവിയറും ആയിക്കൊണ്ട് അമ്മ ചെല്ലും. കാരണം എനിക്കൊരു കുട്ടിയേ ഉള്ളൂ, കുട്ടീനെ സംരക്ഷിക്കുക എന്നുള്ളത്, കുട്ടിയുടെ മുഖം സന്തോഷമായിരിക്കുക എന്നുള്ളത് എല്ലാമേ ആഗ്രഹിക്കുന്ന കാര്യമാണ്. കുട്ടിയുടെ കൂടെ ചെല്ലും. പക്ഷേ നിങ്ങൾ ആലോചിക്കുന്നോ, അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അവനെ അതിന് ചെയ്യാൻ പ്രാപ്തനല്ലാതാക്കുകയാണ്. സ്കൂളിൽ പോയി കുട്ടികളുടെ കൂടെ തല്ലുകൂടി കുട്ടി തിരിച്ചു വന്നു, സങ്കടപ്പെട്ടു, പരാതി അമ്മോട് പറഞ്ഞു. പിറ്റേ ദിവസം കുട്ടിയുടെ കൂടെ സ്കൂൾ പ്രിൻസിപ്പാളിനെ കാണാൻ പോകുന്നു, കാര്യങ്ങൾ പറയാൻ പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറേ അമ്മമാരെ ഇപ്പോൾ കാണാറുണ്ട്. സത്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ തന്നെ നമ്മൾ സ്വയം ഹാൻഡിൽ ചെയ്യാൻ വിടണം. നമ്മൾ അവരുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഇടപെടരുത്. ഇടപെട്ടേ പറ്റൂ, നമ്മളുടെ സാന്നിധ്യം ആവശ്യമാണെന്നുള്ള സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ പങ്കെടുക്കാവൂ. ബാക്കി കാര്യങ്ങളിൽ അവരെ സ്വയം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കണം. എങ്കിൽ മാത്രമേ അവരുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുള്ളൂ. ഇല്ലെങ്കിൽ എന്തൊരു കൊച്ചു കാര്യം വരുമ്പോഴേക്കും അവരെ ആശ്രയിക്കുന്ന രീതിയിൽ എത്രത്തോളം നമ്മൾ അവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടുന്നോ അത്രത്തോളം മെൻ്റലി അവർ ഹാൻഡിക്യാപ്ഡ് ആവും, സ്വയം ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാതാകും. അപ്പോൾ അവരുടെ കപ്പാസിറ്റി വളർത്താൻ വേണ്ടി അവരുടെ കാര്യങ്ങളെ നമ്മൾ വളർത്താനായിട്ട് ചെയ്യാനായിട്ട് വിട്ടുകൊടുക്കണം. അപ്പോൾ ഈ 4 വീക്ക്നെസ് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അതും 4 കാര്യങ്ങളാണ്. 1ാമത് ചെയ്യേണ്ട കാര്യം, നമ്മുടെ കുട്ടി സദാ കോൺഫിഡൻ്റ് ആക്കാൻ അവർക്ക് എപ്പോഴും പോസിറ്റീവ് സജഷൻസ് മാത്രം കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. എങ്ങനെയാണ് പോസിറ്റീവ് സജഷൻസ്? കുട്ടി ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്, ടി വി കാണരുത്, അതൊരു നെഗറ്റീവ് സജഷനാണ്. മറിച്ച് മകനെ അല്ലെങ്കിൽ മോനെ, സമയമായിരിക്കുന്നൊരു ഹോംവർക്കിൻ്റെ സമയമായി, നീ പോയി പഠിക്ക്. കാര്യം രണ്ടും ഒന്ന് തന്നെയാണ്. ടി വി കാണരുതെന്ന് നേരിട്ട് നമ്മൾ പറയുന്നു, പോയി പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഒതുങ്ങിയിരിക്കുന്നു, ടി വി ഓഫാക്ക്, പോയി പഠിക്കുക. പക്ഷെ അത് പോസിറ്റീവ് സജഷനാണ്. കുട്ടിയുടെ ഉള്ളിൽ യാതൊരു ഭയവും ഇല്ല, കുട്ടി സ്വസ്ഥമായി പോയി പഠിക്കും. മോനെ വാ, സന്ധ്യ സമയമായി, പ്രാർത്ഥിക്കേണ്ട സമയമായി, കയറി വരൂ. കളി നിർത്ത് എന്ന് പറയരുത്, മറിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമായി, വരൂ അകത്തേക്ക്. ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൊടുക്കുന്ന, അവന് കൊടുക്കുന്ന അഡ്വൈസ്, അത് സജഷൻസ് എപ്പോഴും പോസിറ്റീവായിരിക്കണം. ഇത് കുട്ടിയുടെ ഉള്ളിൽ ആത്മവിശ്വാസം വളർത്തുകയും ഏത് കാര്യം ചെയ്യാൻ എപ്പോൾ എന്ത് ചെയ്യാനും അവൻ ആത്മധൈര്യമുള്ള, ഉത്സാഹമുള്ള, കോൺഫിഡൻ്റ് ആയ ഒരു കുട്ടിയായിട്ട് നമ്മുടെ കുട്ടി മാറും. 2ാമത്തെ കാര്യം, കുട്ടിക്ക് എപ്പോഴും നമ്മൾ ഓപ്ഷൻസ് കൊടുക്കണം. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അവരായിരിക്കണം തീരുമാനം എടുക്കേണ്ടത്. നമ്മൾ അവരുടെ കാര്യങ്ങളിൽ തീരുമാനം എടുക്കരുത്. ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, അതിനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്, അത് നമ്മൾ അവർക്ക് കൊടുക്കുക. അവരുടെ തീരുമാനം നമ്മൾ നടപ്പിലാക്കുക. ഉദാഹരണം, സിമ്പിളായ സ്കൂളിലേക്ക് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുന്നത് തന്നെ ആയിക്കോട്ടെ. മോനെ, നിനക്കിന്ന് എന്താ ഉച്ചക്കലേക്ക് പാക്ക് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ നീ ഇഡ്ഡലി കൊണ്ടുപോയി കഴിക്കി എന്നൊരു ഓർഡർ കൊടുക്കുന്നതിന് പകരം കുട്ടിയോട് നമ്മൾ ചോദിക്കണം, നിനക്ക് ഇഡ്ഡലി വേണോ അതോ ചോറ് വേണോ? അവനോട് എന്താ കഴിക്കേണ്ടതെന്ന് ചോദിക്കരുത്. എന്താ കാരണം എന്നറിയോ? കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടം ഇന്ന് ഒന്നുകിൽ മാഗി നൂഡിൽസ് വേണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്നാക്സ് വേണം. അവരുടെ ഹെൽത്തിന് വേണ്ട ഫുഡ് എന്താണ് അതൊന്നും അവരുടെ തലയിലുണ്ടായിരിക്കില്ല. അതുകൊണ്ട് അവർ ആഗ്രഹം പറഞ്ഞതിന് ശേഷം ബ്രേക്ക് ചെയ്യുന്നേക്കാൾ നല്ലത് നമ്മൾ അവർക്ക് ഉചിതമായ 2 ആഹാരങ്ങളുടെ ഇഡലി വേണോ, അല്ലെങ്കിൽ ദോശ വേണോ, ചോറ് വേണോ, അതോ ഫ്രൂട്ട്സിൻ്റെ കൂടെ നിങ്ങളുണ്ടാക്കുന്ന ചപ്പാത്തി റോള് വേണോ, എന്താണോ അവർക്ക് വേണ്ടത് അത്
അവർക്ക് ഹെൽത്തിയായ 1-2 ഐറ്റം നിങ്ങൾ അവരോട് ചോദിക്കുക, അതിൽ നിന്ന് ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ അവർക്ക് തീരുമാനിക്കാനുള്ള ഒരു കഴിവും കിട്ടി. ഒപ്പം തന്നെ വേണ്ടാത്ത അവരുടെ ആഗ്രഹങ്ങൾ അവർ നടപ്പിലാക്കൂല. ഇതുപോലെ തന്നെ അവരെ പഠിക്കാൻ വിളിക്കുകയാണെങ്കിലും നീ ഇപ്പോൾ സമയമായി പോയി പഠിക്കുകയെന്ന് വേണ്ടതിന് പകരം രാവിലെ പഠിച്ചോളണം, വൈകുന്നേരം പഠിച്ചോളണം, സ്ട്രിക്റ്റ് ആയിട്ട് ടൈം ടേബിൾ ഇട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ അവരെ ബന്ധിപ്പിക്കുന്നതിന് പകരം അവർ പഠിക്കേണ്ട സമയത്തിന് എത്ര മണിക്കൂർ ഇന്ന് പഠിക്കണം, എപ്പോഴാണ് പഠിക്കേണ്ടത്, ഒന്നിച്ച് കുട്ടിയോട് ചർച്ച ചെയ്ത് അവൻ ഡിസിഷൻ എടുത്ത് ആ ഡിസിഷൻ നടപ്പിലാക്കാൻ നമ്മൾ സഹായിക്കാനേ പാടുള്ളൂ. ആ സമയത്ത് കുട്ടിയുടെ ഉള്ളിൽ അവനറിയാതെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ശക്തി എനിക്കുണ്ട്, ഞാൻ കോൺഫിഡൻ്റ് ആണ് എന്നൊരു ഫീലിംഗ് അവനിൽ വരും. ഏത് പുതിയ കാര്യം വരുമ്പോഴും ഏത് സാഹചര്യങ്ങളിലും തെരഞ്ഞെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് അവനുണ്ടായിരിക്കും. 3-ാമത്തെ പോയിൻ്റാണ് യെസ് മമ്മ യെസ് പപ്പ. ഇത് കുട്ടികൾ എന്താഗ്രഹിക്കുന്നോ അതൊക്കെ നടത്തി കൊടുക്കുന്ന അച്ഛനമ്മ ആകുന്നതിന് പകരം നമ്മൾ അവരുടെ ആഗ്രഹങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ട് അതേസമയം നടത്തി കൊടുക്കുകയും ചെയ്യണം. അവരാഗ്രഹിക്കുന്നതിൽ 50% നടത്തി കൊടുക്കൂ. ആവശ്യമുള്ളത് നടത്തി കൊടുത്തേ മതിയാവൂ. ആ സമയം പോസ്റ്റ്പോണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ വേണ്ട, ഇപ്പം വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട്. അല്ലെങ്കിൽ ഇപ്പോഴേ നടത്തി കൊടുക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ നടത്തി കൊടുക്കുക. നടത്തി കൊടുക്കാണ്ടാത്ത കാര്യങ്ങളാണ്, വേണ്ടാത്തതാണ് അവർ ആവശ്യപ്പെടുന്നതെങ്കിൽ എങ്ങനെയാണ് എൻ്റെ കുട്ടിയോട് നോ എന്ന് പറയുക എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. വേണ്ടാത്ത കാര്യം വേണ്ട മോനെ നോ എന്ന് കുട്ടിയുടെ മുഖത്ത് നോക്കി സ്നേഹത്തോടെ പറയാൻ നമുക്ക് കഴിവുണ്ടാകണം. കാരണം കുട്ടികൾ എപ്പോഴും നോ എന്ന് കേട്ട് വളരണം. അത് അവരുടെ ആവശ്യമാണ്. അവർക്ക് സാധനങ്ങളുടെ മൂല്യം മനസ്സിലാകണം, സാധനങ്ങളുടെ വില മനസ്സിലാകണം. നോ എന്ന് കേട്ട് വളരുന്ന സമയത്ത് ഭാവിയിലും അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ആദ്യമായൊരു നോ കേൾക്കുകയാണെങ്കിൽ ഡിപ്രഷനിലുണ്ടാകെ പല പ്രശ്നങ്ങളിലേക്കും കുട്ടികൾ വഴുതി വീഴാൻ കാരണമാകും. അതേസമയം ഇത് കേട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമല്ല, അവരത് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകും. ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ പലപ്പോഴും പരീക്ഷയുടെ റിസൾട്ട് വരുന്ന സമയത്ത് 10ാം ക്ലാസ് പരീക്ഷയുടെ അല്ലെങ്കിൽ വലിയ പരീക്ഷകളുടെ റിസൾട്ട് വരുമ്പോൾ പല കുട്ടികളും ആത്മഹത്യ ചെയ്യുന്നു. ചില കുട്ടികൾ ഡിപ്രഷനിൽ പോകുന്നു. എന്താ ഇതിൻ്റെയൊക്കെ കാരണം? ഒരിക്കൽ പോലും നോന്ന് കേൾക്കാത്ത കുട്ടികൾ, അല്ലെങ്കിൽ തോൽവി എന്താവോ എന്നുള്ള ഭയമുള്ള കുട്ടികൾ, ഇതൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കുന്നതിൽ കുറച്ച് കൺട്രോൾ ചെയ്യും. ആ നോ എന്നുള്ളൊരു വാക്കും കേട്ട് വളർത്തുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ, അതാണ് ജീവിതം, അതിലൂടെ എല്ലാം നശിച്ചു അല്ലെങ്കിൽ അതില്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു, ഇങ്ങനെയുള്ള ഫീലിംഗ് അവരിൽ ഉണ്ടാവാതെ ഇതും നമുക്ക് ഫേസ് ചെയ്യാം, ഇതും അപ്പുറം പോകാം എന്നുള്ളൊരു വിചാരം അവരുടെ ഉള്ളിലുണ്ടാക്കും. അവരുടെ ഫാമിലി ലൈഫിലാണെങ്കിലും അവരുടെ കരിയറിലാണെങ്കിലും അവരുടെ സ്റ്റുഡൻറ്റ് ലൈഫിലാണെങ്കിലും അവർക്ക് സക്സസ്സിലേക്ക് പോകാൻ അവർ വേണ്ടാത്ത കാര്യങ്ങൾ അഥവാ അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ നോ എന്ന് കേൾക്കുന്ന ഒരു ശീലം അവർ വളർത്തുന്നത് വളരെ നല്ലതാണ്. വാത്സല്യമാകാം, പക്ഷേ ഓവർ വാത്സല്യം നമ്മൾ കൊടുക്കാൻ പാടില്ല. 4-മതായി ചെയ്യേണ്ട കാര്യം നമ്മുടെ കുട്ടികളെ സ്വന്തം കാലിൽ നിർത്താൻ നമ്മൾ പഠിക്കണം. എപ്പോഴാണ് ഒരു കുട്ടി സ്വന്തം കാലിൽ നിൽക്കുന്നത് അവനവൻ്റെ ജീവിതത്തിൻ്റെ അന്തിമം വരെ എല്ലാവർക്കും താങ്ങും തണലായി മാറും. അതിനുവേണ്ടി കൊച്ചു കാര്യങ്ങൾ, വീട്ടിലത്തെ കാര്യങ്ങൾ കുട്ടി വലുതാവുന്നതനുസരിച്ച് അവനെ കൊണ്ടും ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കണം. ആഹാരം കഴിക്കുകയാണോ പ്ലേറ്റുകൾ മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കുക. അല്ലെങ്കിൽ ആഹാരം കഴിച്ചു കഴിഞ്ഞ ശേഷം ആഹാര സാധനങ്ങളോ കൊച്ചു സാധനങ്ങളോ തിരിച്ച് അടുക്കളയിലേക്ക് കൊണ്ടുപോകാൻ, അവനവൻ കഴിച്ച പ്ലേറ്റ് കഴുകാൻ, അവനവൻ്റെ യൂണിഫോം സാധനങ്ങളൊക്കെ അടക്കി ഒതുക്കി വയ്ക്കാൻ, വീട്ടിലെ മേശപ്പുറം അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ അവിടെ ചിന്നിച്ചെതറി കിടക്കുന്നതിനെ ഒതുക്കി അടുക്കി പെറുക്കി വയ്ക്കാൻ. ഇങ്ങനെ വീട്ടിലെ കൊച്ചു കാര്യങ്ങൾ നമ്മളുടെ കുട്ടികൾ ചെയ്തു വളരുമ്പോൾ അത് അവരുടെ ആത്മവിശ്വാസം വളർത്തുകയും വലിയ കാര്യങ്ങളും സ്വയം ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് അവരുടെ ഉള്ളിൽ വളരുകയും ചെയ്യും. അവരുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളിൽ വളർത്തി അവരൊരു കോൺഫിഡൻ്റായ നല്ലൊരു മകൻ, നല്ലൊരു മകളാക്കി വളർത്താൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്നുകൂടി ഇത്തരുണത്തിൽ ആശംസിക്കുകയാണ്. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി മൊബൈൽ സ്ക്രീനിൽ യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ തുറന്ന് മുകളിൽ സെർച്ച് ബാറിൽ BK സ്പേസ് ഷീജ എന്ന് ടൈപ്പ് ചെയ്യണം. തുടർന്ന് സബ്സ്ക്രൈബ് എന്ന ചുവന്ന നിറത്തിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വലതുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കാനും വീഡിയോ കാണാനും സാധിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും നന്ദി.